IPL 2026 ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലക്നൗ സൂപ്പർ ജയൻസ് ആരാധകർക്ക് അത്ര നല്ല വാർത്തകളല്ല പുറത്തുവരുന്നത്. മുംബൈ ഇന്ത്യൻസിനെതിരെ മത്സരത്തിൽ 228 എന്ന കൂറ്റൻ സ്കോർ നേടിയിട്ടും ലക്നൌവിന് പരാജയം രുചിക്കേണ്ടി വന്നു. ഈ സീസണിലെ ലക്നൌവിന്റെ 7ാമത്തെ തോൽവിയാണിത്. പ്ലേ ഓഫ് പ്രതീക്ഷകൾ മങ്ങിക്കൊണ്ടിരിക്കെ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ തീരുമാനങ്ങൾ ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമാവുകയാണ്. എന്തുകൊണ്ടാണ് ടീം തുടർച്ചയായി പരാജയപ്പെടുമ്പോഴും അർജുൻ ടെണ്ടുൽക്കറിനെ പോലെയുള്ള താരങ്ങൾക്ക് അവസരം നൽകാത്തത്? മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി ഉന്നയിച്ച കടുത്ത വിമർശനങ്ങൾ ഇതൊക്കെയാണ്. മുംബൈ ഇന്ത്യൻസിനെതിരെ 228 റൺസ് എന്നത് ഏതു ടീമിനും ജയിക്കാവുന്ന സ്കോറാണ്. എന്നാൽ ലക്നൗ ബൗളർമാർക്ക് ആ സ്കോർ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. മുഹമ്മദ് ഷമിയും മൊഹ്സീൻ ഖാനും അടക്കമുള്ള മുൻനിര ബൗളർമാർ കടുത്ത പ്രഹരമാണ് ഏറ്റുവാങ്ങിയത്. എന്നാൽ ഇതിനിടയിലും പ്രതീക്ഷ നൽകിയത് പ്രിൻസ് യാദവ് എന്ന യുവതാരമാണ്. 3 ഓവറിൽ വെറും 24 റൺസ് മാത്രം വഴങ്ങിയ പ്രിൻസ് കൃത്യമായി യോർക്കറുകൾ എറിഞ്ഞാണ് ബാറ്റർമാരെ പിടിച്ചു നിർത്തിയത്. ഇവിടെയാണ് പന്തിന്റെ ക്യാപ്റ്റൻസി വിമർശിക്കപ്പെടുന്നത്. തന്റെ ഒരു ബോളർ വിജയിക്കുന്ന സ്ട്രാറ്റജി ബാക്കിയുള്ളവർക്ക് പകർന്നു നൽകാൻ പന്തിന് കഴിഞ്ഞില്ല എന്ന് മനോജ് തിവാരി ചൂണ്ടിക്കാട്ടുന്നു. ലക്നൗ ടീം തന്നെ പുറത്തുവിട്ട സോഷ്യൽ മീഡിയ വീഡിയോകളിൽ അർജുൻ ടെണ്ടുൽക്കർ അതിമനോഹരമായി നെറ്റ്സിൽ യോർക്കറുകൾ എറിയുന്നത് നമ്മൾ കണ്ടതാണ്. മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ട്രേഡ് വഴി ടീമിലെടുത്ത അർജുന് ഇതുവരെ ഒരു മത്സരത്തിൽ പോലും അവസരം നൽകിയിട്ടില്ല. ബോളർമാർ റൺസ് വാരിക്കോരി കൊടുക്കുമ്പോൾ നെറ്റ്സിൽ മികച്ച ഫോമിലുള്ള അർജുനെ പരീക്ഷിക്കാമായിരുന്നു എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത്. യോർക്കറുകൾ എറിയാൻ കഴിവുള്ള ഒരു ഇടംകൈയൻ പേസറെ ഡെത്ത് ഓവറുകൾ ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ പന്ത് ആ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. മനോജ് തിവാരിയുടെ വിമർശനം പന്തിന്റെ ടാക്ടിക്കൽ അവയർനെസ്സിനെ കുറിച്ചാണ്. MS ധോണിയോ രോഹിത് ശർമ്മയോ ആയിരുന്നെങ്കിൽ ഈ സാഹചര്യത്തിൽ കളി കൈവിട്ടു പോകാൻ അനുവദിക്കില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഗ്രൗണ്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ബോളർമാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിലും ബെഞ്ചിലിരിക്കുന്ന താരങ്ങളെ കൃത്യസമയത്ത് ഉപയോഗിക്കുന്നതിലും പന്ത് പരാജയപ്പെടുന്നു എന്നാണ് ആരോപണം. ലക്നൌവിന്റെ ഹൊറർ റൺ അല്ലെങ്കിൽ ഈ തകർച്ചയ്ക്ക് കാരണം പന്തിന്റെ തന്ത്രപരമായ പാളിച്ചകളാണെന്നാണ് വിമർശനം. സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ എന്ന ലേബലിൽ മാത്രമല്ല, ഒരു ഓൾറൗണ്ടർ എന്ന നിലയിലും അർജുൻ ടീമിന് മുതൽക്കൂട്ടാകേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ലക്നൌവിലെ പിച്ചുകളിൽ ഒരു ഇടം കൈയൻ ബോളർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. കഴിഞ്ഞ ദിവസം നടന്ന മുംബൈ T20 ലീഗിൽ അർജുന് വലിയ തുക ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഫോം തെളിയിക്കുന്നതാണ്. എന്നാൽ IPL പ്ലേയിങ് 11ലേക്ക് വരാൻ അർജുൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇനി ലക്നൌവിന് മുന്നിൽ മത്സരങ്ങൾ കുറവാണ്. പ്ലേ ഓഫ് സ്വപ്നങ്ങൾ നിലനിർത്തണമെങ്കിൽ വരും മത്സരങ്ങളിൽ വലിയ മാറ്റങ്ങൾ അനിവാര്യമാണ്. അർജുൻ ടെണ്ടുൽക്കറെ പോലെയുള്ള യുവതാരങ്ങൾക്ക് അവസരം നൽകി പന്ത് തന്റെ ക്യാപ്റ്റൻസി തെളിയിക്കുമോ അതോ പഴയ തെറ്റുകൾ ആവർത്തിക്കുമോ? കാത്തിരുന്ന് കാണാം.